ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുക്കുന്നത് ആചാരലംഘനമാണ് എന്നറിയാമായിരുന്നിട്ടും അതിന് കൂട്ടുനിന്നു എന്നും അതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നും റിപ്പോർട്ടിലുണ്ട്. കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിൽ അന്വേഷണം തുടങ്ങിയ SIT ആദ്യം അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ്. സ്വർണം തട്ടിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ ഒന്നാം പ്രതിയാണ്. 2025 ഒക്ടോബർ 16 ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായത്. അറസ്റ്റിലായ എല്ലാവരും ഇപ്പോഴും ജയിലിൽ തുടരുന്നുണ്ട്. സ്വർണം ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ 22 രണ്ടാം പ്രതിയായ മുരാരി ബാബു ഗൂഢാലോചനയിൽ സുപ്രധാന പങ്കുവഹിച്ച ആളാണ് എന്ന് റിപ്പോർട്ടിലുണ്ട്. ഒക്ടോബർ 31 അറസ്റ്റിലായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ D. സുധീഷ് കുമാർ സ്വർണത്തെ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ഗൂഢാലോചനയിൽ വലിയ പങ്കുവഹിച്ചു. ശബരിമല മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു നാലാമതായി അറസ്റ്റിലായത് നവംബർ 6 ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിടുന്നതിൽ ജാഗ്രത പുലർത്തിയില്ല എന്നും ആ വിവാദ ഉത്തരവിൽ ഒപ്പിട്ടു എന്നും കസ്റ്റോഡിയൻ എന്ന നിലയിൽ കൃത്യമായ ജാഗ്രത പുലർത്തണമായിരുന്നു എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ. ഗൂഢാലോചനയിൽ വലിയ പങ്ക് വഹിച്ചു എന്നും റിപ്പോർട്ടിലുണ്ട്. നവംബർ 11 അഞ്ചാമതായി തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു അറസ്റ്റിലാകുന്നത്. തിരുവാഭരണം കമ്മീഷണറോട് കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പാണ് എന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് പ്രധാന കുറ്റപത്രം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതിന് ഗൂഢാലോചന നടത്തി എന്നും കുറ്റപത്രത്തിലുണ്ട്. അറസ്റ്റിലാകുന്നതിൽ രണ്ടാമത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് A. പത്മകുമാർ. ആറാമതായി അറസ്റ്റിലാകുന്ന പത്മകുമാർ ഗുരുതരമായ കൃത്യവിലോപം വഴി സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു ഗൂഢാലോചന നടത്തി എന്നീ കുറ്റങ്ങൾ ചെയ്തു. നവംബർ 20 പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഏഴാമതായി ഡിസംബർ 17 അറസ്റ്റിലാകുന്ന S. ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചുമതലയിലുണ്ടായിരുന്ന ശ്രീകുമാർ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് SIT പറയുന്നു. എട്ടാമതായി SIT എത്തിയത് സ്വർണ്ണപ്പാളികൾ ഉരുക്കി കടത്താൻ സഹായിച്ച പങ്കജ് ഭണ്ഡാരിയിലേക്കാണ്. ഡിസംബർ 19 അറസ്റ്റിലാകുന്ന പങ്കജ് ഭണ്ഡാരി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO ആണ്. പങ്കജ് ഭണ്ഡാരിയും റിമാൻഡിലാണ്. സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധൻ ഒൻപതാമതായി അറസ്റ്റിലാകുന്നത് ഡിസംബർ 19 സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന N. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഡിസംബർ 29 ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് രേഖകളിൽ കൃത്രിമം കാട്ടിയ വിജയകുമാർ ദേവസ്വം ബോർഡ് മുൻ അംഗമാണ്. അവസാനം നടന്ന തന്ത്രിയുടെ അറസ്റ്റ് ഭരണപക്ഷത്തിന് നൽകിയ ആശ്വാസം ചില്ലറയൊന്നുമല്ല. അടുത്ത അറസ്റ്റ് ആരാണ്, അത് എന്നാണ് എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷിക്കാനാണ് എന്നുള്ള നിലപാടുമായി BJP എത്തിക്കഴിഞ്ഞു. അതിൽ കാര്യമായൊരു പ്രതികരണത്തിന് UDF തയ്യാറായിട്ടില്ല. സ്വർണ്ണക്കൊള്ളക്കേസ് CBIയെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിർദ്ദേശം ഹൈക്കോടതിക്ക് കൈമാറിയേ പറ്റൂ. ഇനി ഹൈക്കോടതിയുടെ തീരുമാനത്തിനാണ് കേരളം കാത്തിരിക്കുന്നത്. CBIയുടെ അന്വേഷണം വലിയൊരു വഴിത്തിരിവുണ്ടാക്കുമെന്നും ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത അറസ്റ്റ് നിയമസഭാ ഇലക്ഷൻ കഴിയുന്നതുവരെ വച്ചു നീട്ടുന്നതിനുള്ള ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകും. പ്രത്യേകിച്ചും അത് രാഷ്ട്രീയ നേതാക്കളിലേക്ക് നീളും എന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ മുൻ ദേവസ്വം മന്ത്രിയെ SIT ചോദ്യം ചെയ്തു കഴിഞ്ഞു. മുൻ ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതൊന്നുമല്ല എന്ന് ഭരണപക്ഷത്തിന് നന്നായി അറിയാം. ലോക തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളക്കേസ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും
കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കുറിക്കുക. പുതിയ വാർത്തകളുമായി ഉടൻ